ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ യഥാർത്ഥ പേര് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ പേരിനോട് സാമ്യമുള്ളൊരു പേര് പറയാം. ശ്രീലയ എന്ന് എന്നെ വിളിച്ചോളൂ. മാഡം, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. എനിക്കിപ്പോൾ 28 വയസ്സ്. ഭർത്താവിന് 34 വയസ്സുണ്ട്. എൻ്റെ വീട്ടിൽ സാമ്പത്തികമായി ഒത്തിരി പിന്നോക്കം വരുന്ന സമയത്താണ് എൻ്റെ കല്യാണം നടന്നത്. പല വിവാഹാലോചനകളും വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കണ്ടിട്ട് ഒഴിഞ്ഞു പോവുകയായിരുന്നു. എനിക്ക് 172 സെൻറ്റിമീറ്റർ നീളമുണ്ട്. വെളുത്ത ശരീരമാണ്. നല്ല മുടിയുണ്ട്. എന്നെ കാണാൻ നല്ല ഐശ്വര്യമുണ്ടെന്ന് എല്ലാവരും പറയും. കുറച്ചൊക്കെ നീളത്തിനൊത്ത് എൻ്റെ ശരീരം വണ്ണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതൽ സവിശേഷതകൾ എനിക്കുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ പല ചെക്കന്മാരും നമ്മളെ നോക്കുമ്പോഴും അടുത്ത് പെരുമാറുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ദേഹം വടിവത്തതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്നാലും എൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന ആളുകൾക്ക് എന്നെ കല്യാണം കഴിക്കാനൊന്നും താല്പര്യമില്ലെന്ന് എനിക്ക് അന്നേ അറിയാം. അതുകൊണ്ട് ആരുടെയും വലയിൽ ഞാൻ വീണില്ല. അല്ലെങ്കിലും കല്യാണമായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. നന്നായി പഠിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കയ്യാലപ്പുറത്ത് തേങ്ങയായിരുന്നു ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചെക്കൻ വന്നത്, എൻ്റെ ഭർത്താവ്. പുള്ളി ഒരു ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. രാവിളക്കുവോളം പുള്ളിക്ക് ചില സമയത്തൊക്കെ പണി കാണും. അല്ലെങ്കിലും വരുന്നതിനോ പോകുന്നതിനോ സമയമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ധാരാളം കാശ് സമ്പാദിക്കുന്നുണ്ടെന്നാണ് വന്നവർ പറഞ്ഞത്. എനിക്ക് പക്ഷേ പുള്ളിയോട് അത്ര വലിയ താല്പര്യം തോന്നില്ല. അതിന് കാരണം പുള്ളി മെലിഞ്ഞിരിക്കുന്ന ഒരാളാണ്. മെലിഞ്ഞിരിക്കുന്ന ആണുങ്ങളെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. ആണുങ്ങൾ മുണ്ടും കൈലിയുമൊക്കെ മടക്കി കുത്തുമ്പോൾ എന്തെങ്കിലും ഒരു ഗാംഭീര്യം വേണമെങ്കിൽ അവർക്ക് അത്യാവശ്യം വണ്ണം വേണ്ടേ മാഡം. അതുകൊണ്ട് എനിക്കിഷ്ടമില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി നിർബന്ധിച്ചു. എടി, നല്ലൊരവസരമാണ്. ആണിൻ്റെ ഭംഗി നോക്കിയിട്ട് കാര്യമില്ല. അവൻ അന്വേഷിച്ചു കൊണ്ടുവരുമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. നിനക്ക് എന്താ ഏറ്റവും വലിയ പ്രശ്നം? ദാരിദ്ര്യമല്ലേ? ഇവനാണെങ്കിൽ രാവെളുക്കോളം കഷ്ടപ്പെടുന്ന ചെക്കനാണ്. അതുകൊണ്ട് അവൻ്റെ പൈസയൊക്കെ അവൻ നിൻ്റെ കൈ കൊണ്ടുതരും. അതുകൊണ്ട് നിനക്ക് ലാവിശായിട്ട് ജീവിക്കാം. ഇനിയിപ്പോൾ വേറെ പഠിക്കണമെങ്കിലോ ജോലിക്ക് പോകണമെങ്കിലോ അതുമാകാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അതിലൊന്നും ഒട്ടും ആഗ്രഹവുമില്ലായിരുന്നു. എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനും ശരി എന്ന് പറഞ്ഞു. പുള്ളിക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായെന്ന് ആദ്യമേ എനിക്ക് മനസ്സിലായി. ഒത്തിരി ഇഷ്ടമുള്ള മനുഷ്യനാണെങ്കിൽ നമ്മൾ പറഞ്ഞതിൻ്റെ പാതിയെങ്കിലും കേൾക്കുമല്ലോ. അപ്പോൾ സന്തോഷമുള്ളൊരു കുടുംബജീവിതം എനിക്ക് കിട്ടുമെന്ന് ഞാനും കരുതി. അങ്ങനെയാണ് കല്യാണം നടന്നത്. എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മായിച്ചനില്ല, അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മായിമ്മ ഒത്തിരി പ്രായമുള്ള ഒരാളാണ്. എന്തോ അവർക്ക് കുറെ താമസിച്ചുണ്ടായ മകനാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരിക്ക് ഒട്ടും വയ്യാത്തത് കൊണ്ട് അടുക്കളയിൽ കയറി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എൻ്റെ തലയിലായി. ഭർത്താവ് രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമാണ് വരിക. കല്യാണം കഴിഞ്ഞ് ഏകദേശം 2-3 ആഴ്ച മാത്രമേ കറക്റ്റ് സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി എപ്പോഴും ബിസിയാണ്. പക്ഷേ ആള് പാവമാണ്. എന്ന് വെച്ചിട്ട് എൻ്റെ ജീവിതം അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷേ മെലിഞ്ഞ ചെക്കനെ എനിക്ക് ഇഷ്ടമില്ലെന്ന് എൻ്റെ അടുത്ത കൂട്ടുകാരിക്ക് അറിയാമായിരുന്നു. അവൾ എന്നോട് പറഞ്ഞു, എടി ഓഞ്ഞിരിക്കുന്നവൻ ആഞ്ഞ് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ ചെവിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോടി, അതൊക്കെ വെറുതെ ഉള്ള പഴഞ്ചൊല്ലാണെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനല്ല, നീ നോക്കിക്കോ, നിനക്ക് അത് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുമാത്രമല്ലടി, മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പോ, ഓരോരോ തോന്നിയാസങ്ങൾ പറയാതെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വിളിക്കാടി, അന്നേരം നീ ഇതിന് മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പന്തയം പോലെ അവൾ പറഞ്ഞിരുന്നു. അത് കേട്ട് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് അവൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അവളത് കേട്ട് പൊട്ടിച്ചിരിച്ചു. എന്തു പറ്റിയടി മോളെന്ന് ഞാനുള്ളത് പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, കിളിക്കുഞ്ഞിനെ താരാട്ടാനാണോടി ഞാനിങ്ങോട്ട് വന്നത് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി അങ്ങനെ അല്ലല്ലോ എല്ലാവരും പറഞ്ഞത്. നീ ഇനി കല്യാണം കഴിക്കുമ്പോൾ നീ നോക്കിക്കോ, നിനക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ അവളെ ശപിച്ചു. അവൾ എന്നോട് പറഞ്ഞു, നിനക്കോ പറ്റിയത് പറ്റി, മറ്റൊരാൾക്ക് ഇങ്ങനെ സംഭവിക്കില്ലെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്, അതിന് പകരം നീ എന്നെ ശപിക്കുകയാണെന്ന്. ഞാൻ പറഞ്ഞു, നീ ഒറ്റയൊരുത്തി പറഞ്ഞ് എന്നെ മോഹിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയൊന്നും അല്ലെങ്കിൽ കൂടി വെറുതെ അവളെ കുറ്റം. എന്നിട്ട് എന്താ സംഭവിച്ചത് മോളെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എടി, കുഞ്ഞിന് കിളി തീറ്റി കൊടുക്കാൻ വരുന്ന പോലെ വരും, പെട്ടെന്ന് പോവുകയും ചെയ്യും, പ്രത്യേകിച്ച് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അത് കേട്ട് അവളെന്നെ സമാധാനിപ്പിച്ചു. എന്ത് ചെയ്യാനാണ്,
പഴഞ്ചൊല്ലും ചിലപ്പോൾ പതിരായി പോകും മോളെ എന്ന് പറഞ്ഞ് അവളെന്നെ സമാധാനിപ്പിച്ചു. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ, പുള്ളിക്ക് വേറെ സ്നേഹക്കുറവൊന്നുമില്ല മോളെ. ആ വീട്ടിൽ അമ്മായിമ്മ എങ്ങനെ? ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ അത്തരം കാര്യങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു സാരമില്ലടി, അതൊക്കെയാണ് ഒരു ഭാഗ്യം, ഇതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നവൾ പിന്നെയും എന്നോട് പറഞ്ഞു. അവൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കൂടി ഇത്രയൊക്കെ എന്നോട് പറഞ്ഞു തന്നല്ലോ, അവളൊരു മിടുക്കി തന്നെ. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ച് ജീവിക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടത് ഞാനാണ്. അമ്മായിയമ്മ എതിരഭിപ്രായം ഒന്നും പറയില്ല. അവർക്കൊട്ട് വയ്യാതാനും സമയാസമയത്തിന് ഞാനെല്ലാം വെച്ച് കൊടുത്താൽ മതി. പുറത്തിറങ്ങിപ്പോയാലും കുഴപ്പമില്ല, ഇത്തിരി താമസിച്ചു വന്നാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഒന്നിലും അവർ ഇടപെടില്ല. അത് വലിയൊരു കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല മാഡം, ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹം ദിവസവും കിട്ടുന്ന കമ്മീഷനെല്ലാം എൻ്റെ കയ്യിൽ കൊണ്ടുത്തരും. അതിന് കണക്ക് ചോദിക്കുകയില്ല. എൻ്റെ കയ്യിൽ തീർന്നു പോയെന്ന് പറഞ്ഞാൽ പുള്ളി പറയും, ആ സാരമില്ല, ഇതൊന്നും കുടുംബ ബഡ്ജറ്റിൽ പെട്ടതല്ല, നമുക്ക് വേറെ മാസശമ്പളമില്ലേ, അതിലാണ് എല്ലാം കൊണ്ടുപോകേണ്ടത്, അതിലേക്കൊരു ബഡ്ജറ്റ് നോക്കിയാൽ മതി എന്ന് പറയും. അതൊക്കെ കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷമായി. കാര്യം കൈകാര്യം ചെയ്യാൻ കാശ് എനിക്ക് അത്രയും നാൾ സ്വതന്ത്രമായിട്ട് ഇത്രയും കിട്ടിയിട്ടില്ല മാഡം. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പൊന്നിൻകുടമല്ലേ? ആ കുടം ഞാൻ ഉടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, കുടത്തിന് ചോർച്ചയുണ്ട്, ഓക്കെ അഡ്ജസ്റ്റ് ചെയ്തേക്കാം, എങ്കിലും പണം ചോർന്നു പോകില്ലല്ലോ. അതോർത്ത് ഞാൻ പിടിച്ചു നിന്നു. ഭർത്താവിൻ്റെ നാമമാത്രമായ ചില കാര്യങ്ങളൊക്കെ ഞാനങ്ങ് സഹിച്ചു. ആ പോട്ടെ, വന്നിട്ട് പോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുട്ടിയുമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് ജീവിതം ഇതേപോലെ ഒരേപോലെ മുന്നോട്ട് പോയി. പിന്നെ വേറെ ചില ആണുങ്ങളൊക്കെ ഭർത്താവിൻ്റെ കൂട്ടുകാരുൾപ്പെടെ എന്നോട് കൊഞ്ചാനും കുഴയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഉള്ള കഞ്ഞിയിൽ പാറ്റിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, അത്ര വലിയ മോഹിപ്പിക്കുന്ന ആണുങ്ങളെയൊന്നും ഞാനൊട്ട് കണ്ടതുമില്ല. ഇതിനിടയ്ക്കാണ് ഒരു ദിവസം ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള പുരയിടം പെട്ടെന്ന് ബുൾഡോസറൊക്കെ കൊണ്ടുവന്ന് നികത്തിയെടുത്തത്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയാളത് വീട് വെക്കാനും മറ്റുമാണ്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് പോലെയായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളെല്ലാം വന്ന് അവിടെ കളിക്കാനും തുടങ്ങി. കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളൊന്നുമല്ല, എന്തായാലും 18 വയസ്സിന് മേൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും. ദിവസവും അവിടെ ഫുട്ബോളും വോളിബോളും ടെന്നീസും ഒക്കെ മാറി മാറി കളിക്കും. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കൗതുകമായി. എൻ്റെ ബെഡ്റൂമിലെ ജനാല നോക്കിയിരുന്നു കഴിഞ്ഞാൽ കളി കാണാം. അങ്ങനെ ഞാനങ്ങ് കളി കണ്ടു. പിന്നെ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ചില പിള്ളേർ വരും. അവർ ശനി ഞായറാഴ്ചയാണ് വരുന്നത് കേട്ടോ. ആ സമയത്തില്ലേ മാഡം, അവന്മാർ കുട്ടി നിക്കറ് വിട്ടുകൊണ്ട് ഓടുന്നതൊക്കെ കാണുമ്പോഴില്ലേ ഞാനങ്ങ് ഓർക്കും, ഈ പിള്ളേരൊക്കെ ജിമ്മിലൊക്കെ പോയി ഇത്രയും നല്ല ബോഡി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു. ചില ചെക്കന്മാർക്കൊക്കെ അങ്ങ് സൗന്ദര്യമാണ്. ഓടുമ്പോഴില്ലേ മാഡം എന്തൊക്കെയോ നമുക്ക് കാണാം, ഇതെന്താ ഭൂഗോളമാണോ എന്ന് തോന്നും. മുന്നഴക് പിന്നഴകെന്നൊക്കെ പെണ്ണുങ്ങളെപ്പറ്റി വർണ്ണിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ആണുങ്ങൾക്കും അതുണ്ട്, സ്ത്രീകൾക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. എപ്പോഴും പുരുഷന്മാർ സ്ത്രീകളെ പറ്റി വർണ്ണിച്ചങ്ങ് പറയുകയല്ലേ. അതിനിടയ്ക്ക് സ്ത്രീകളുടെ വർണ്ണനകളൊക്കെ താറുമാറായി പോവുകയാണ്. സ്ത്രീകൾ അങ്ങനൊന്നും പറയാൻ പാടില്ല, കളരി വിളക്ക് തെളിഞ്ഞതാണോ എന്നൊക്കെ മാത്രം പറയും. പക്ഷേ യഥാർത്ഥത്തിലൊരു സ്ത്രീ അങ്ങനെയല്ല മാഡം. പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ട്. പുരുഷന്മാരെ കാക്ക കണ്ണുകൊണ്ട് അടിമുടി ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാം ആഴത്തിൽ ആഴത്തിൽ അവൾ അളന്നെടുത്ത് ആശകൾ കൊണ്ട് കൂടുകൂട്ടാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഒന്നിലും ഒരു മോഹസാഫല്യം ലഭിക്കാറില്ല. സ്ത്രീകളുടെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ. ഇതിനിടയ്ക്ക് അവിടെ ഒരു പയ്യൻ വന്നു. 22 വയസ്സ് കാണുമായിരിക്കും കേട്ടോ. നല്ല സുന്ദരൻ, വെളുത്ത് തുടുത്തിരിക്കുന്നു. അതുമാത്രമല്ല നല്ല കട്ട മസില്. പിന്നെ അവിടെ വരുന്നവരിൽ ഏറ്റവും കുട്ടി നിക്കറിട്ട് ഓടുന്നതും ചാടുന്നതുമൊക്കെ അവനാണ്. എനിക്കവനെ നോക്കി നിന്നപ്പോൾ കുന്നത്തെ സൂര്യൻ ഉദിച്ച പോലെ അങ്ങ് തോന്നി. എന്തോ പിന്നീടുള്ള ദിവസങ്ങളിലും അവനുണ്ടെങ്കിൽ ഞാൻ ജനലിൽ കൂടെ നോക്കും. ചിലപ്പോൾ തുണി വിരിക്കാനുള്ള ഭാവേന ടെറസിലോ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ നിൽക്കും. എൻ്റെ നോട്ടം അവന് മനസ്സിലാൻ തോന്നി. ഒരു ദിവസം അവൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് എന്നുള്ള രീതിയിൽ എന്നോട് കണ്ണുകൊണ്ട് ചോദിച്ചു. ഞാനപ്പോൾ കണ്ണുകൾ പതുക്കെ താമര ഇതൾ പോലെ കൂമ്പയടച്ച് അവനെ കാണിച്ചു. ഒന്നുമില്ല. അതിൽ നിന്ന് അവൻ എന്തെങ്കിലും സിഗ്നല് കിട്ടിക്കാണും. അതുകൊണ്ട് അവൻ പിന്നെ എന്നെ നോക്കി, ഞാനും നോക്കി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്പിയില്ല കമ്പി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വേറൊരു ദിവസം അവൻ വന്നവിടെ കളിക്കുന്നു. പക്ഷേ എൻ്റെ അടുത്ത് വന്നിട്ടും എൻ്റെ നേർക്ക് വന്നിട്ടും അവൻ കണ്ട പാവം നടിച്ചില്ല മാഡം. എനിക്ക് അത്ഭുതമായി.
അതിനൊപ്പം തന്നെ എനിക്ക് നാണക്കേടുമായി അപമാനിതയായ പോലെ തോന്നി. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ചിരിക്കുകയൊക്കെ ചെയ്തു. ഈ ചെക്കൻ എന്താ വട്ടാണോ? ഓരോ ദിവസം ഓരോ മൂഡ്. ഇവനെ നമ്പുന്നത് ശരിയല്ല എന്നോർത്തു. മനസ്സിൽ ബന്ധങ്ങളൊന്നും ഉണ്ടാക്കണമെന്ന് താല്പര്യമില്ല. എന്നാലും ഒരു ദർശന സൗഭാഗ്യം അത്ര മാത്രമേ ഉള്ളൂ. ഒരു ദിവസം അവൻ ഒരു വാട്ടർ ബോട്ടിലുമായിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി വെള്ളം നിറച്ച് തരാമോ? തണുത്ത വെള്ളം ഉണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, ഫ്രിഡ്ജിൽ അങ്ങനെ തണുത്ത വെള്ളം വെക്കുന്ന കാര്യം ഇവിടെ ഇല്ല മോനെ, ഐസ് ഇട്ട് വെള്ളത്തിൽ തന്നാൽ മതിയോ എന്ന് ചോദിച്ചു. അത് മതി ചേച്ചി എന്ന് പറഞ്ഞു. തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, നിനക്കെന്താ ഇടയ്ക്കിടയ്ക്ക് ജാടാം? ചില സമയത്ത് നീ എന്നെ നോക്കും, ചില സമയത്ത് നീ എന്നെ നോക്കില്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി നോക്കുമല്ലോ, ചിരിക്കുമല്ലോ, ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കൽ പോലും ചേച്ചിയോട് ചിരിക്കാതിരുന്നിട്ടില്ലല്ലോ. എന്നാൽ ഞാൻ ചിരിക്കാതിരുന്നത് ഇനിയിപ്പോൾ കളിയുടെ ഇടയ്ക്ക് വല്ലതും ചേച്ചി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചിരിക്കാതിരുന്നതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് വല്ലാത്ത മറവിയാണ്, ആകാര്യം എന്ന് പറഞ്ഞു. അവനത് കൂടുതൽ ശ്രദ്ധിക്കാതെ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ അതിന് പിറ്റേ ദിവസം അവനെ ഡബിൾ റോളിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്, ഒരുപോലെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നും പറയാനില്ല. പല്ലിനോ ചിരിക്കോ പോലൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ഓ, അപ്പം ഞാൻ സംസാരിക്കുന്നവൻ ആരാണ്? ഞാൻ മോഹിച്ചവൻ ആരാണ്? എന്നോട് സംസാരിക്കാതിരുന്നവനാകും മറ്റൊരുത്തൻ. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൂടെ ഇനി ഇങ്ങനെ കണ്ടുപിടിക്കും. എന്തായാലും ഒരുത്തരും എന്നോട് താല്പര്യമില്ല, ഒരുത്തരും താല്പര്യമുണ്ട്. ഇപ്പം ഇങ്ങോട്ട് തിരിയുമ്പോൾ ആരാണോ പുഞ്ചിരിക്കുന്നത് അവനാകും എന്നോട് ഇഷ്ടമുള്ള കൂട്ടൻ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ പിന്നെ ഞാൻ ഓർത്തു, രണ്ടുപേരുമുണ്ട്. ഒരാൾ മാത്രം നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടായിരിക്കുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. പിന്നെ അതൊരു വാർത്തയാകും. വേണ്ട, അധികം സൗഹൃദങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യമില്ല. കൊച്ചു പിള്ളേരാണ്, അവർക്ക് ചിലപ്പോൾ ഞാൻ അനാവശ്യ മോഹം കൊടുക്കും. എനിക്കാണെങ്കിൽ അവരെ ഇങ്ങോട്ട് താളം വെച്ച് സ്വീകരിക്കാനുള്ള ഒരു സൗകര്യം കാണില്ല. വെറുതെ ഞാൻ മോഹിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും. ഇത്രയും കാലമായിട്ടും ഭർത്താവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ട് എൻ്റെ കൈ വിട്ടുപോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് എല്ലാം ഒന്ന് അടക്കി നിർത്താൻ ശ്രമിച്ചു. പക്ഷേ അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഞാനും തിരിച്ചു ചിരിച്ചു. ഒരു ദിവസം വെള്ളം വാങ്ങിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് എന്താ ഈ അടുത്ത കാലത്ത് എന്നോട് ഒരകൽച്ചയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരകൽച്ചയുമില്ല എന്ന് പറഞ്ഞ് വെള്ളം കൊണ്ട് കൊടുത്തു. ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചേച്ചി അവിടെ വന്ന് ചേച്ചിയോട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേണ്ട, അവരൊക്കെ തെറ്റിദ്ധരിക്കുമെന്ന്. അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ കളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം, ഒരു 10 മിനിറ്റ് എനിക്ക് ചേച്ചിയോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അതിൽ പ്രശ്നമില്ല, വരട്ടെ, അവനോട് സംസാരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ അവൻ കളിയൊക്കെ കഴിഞ്ഞ് ഒരു 6:30 ആയി കഴിയുമ്പോഴേക്കും വന്നു. ഞാൻ അവന് ചായ ഇട്ട് കൊടുത്തു. സിറ്റ് ഔട്ടിലിരുന്നാണ് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അവനോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ നോക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ ചേച്ചി ശ്രദ്ധിച്ചത്. ആക്ച്വലി ചേച്ചി എന്തിനാ നോക്കിയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ കളി കാണുകയായിരുന്നു. അപ്പോൾ ചേച്ചി എന്നെയല്ലേ നോക്കിയെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവേ നോക്കി, നിന്നെ നോക്കി. അപ്പോൾ ചേച്ചിക്ക് എന്നോട് പ്രത്യേക താല്പര്യമൊന്നുമില്ലെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞത്? ഒരു പെണ്ണ് ചിരിച്ചു കാണിച്ചതോടെ തന്നെ നിന്നോട് പ്രത്യേക താല്പര്യം എന്നാണോ? എനിക്ക് ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ട്, ഞാൻ നിന്നെ പ്രത്യേക താല്പര്യത്തിൽ നോക്കി ചിരിച്ചെന്ന് നിനക്ക് തോന്നിയോ? അങ്ങനൊരു സിഗ്നൽ ഞാൻ എപ്പോഴെങ്കിലും തന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, തന്നു. ചേച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ചേച്ചിയോട് അട്രാക്ഷൻ തോന്നി. ചേച്ചിക്ക് എന്നോട് ഒരു താല്പര്യമില്ലെന്ന് നട്ടാക്കളിക്കാത്ത നുണ പറയലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ ഞാൻ കല്യാണം കഴിച്ചാണെന്ന്. അപ്പോൾ അവനോട് ചോദിച്ചു, ചേച്ചിക്ക് അറിയില്ലായിരുന്നോ എന്നെ നോക്കുമ്പോൾ ചേച്ചി കല്യാണം കഴിച്ചല്ലെന്ന്? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ അങ്ങനെയല്ല നോക്കിയെന്ന്. ചേച്ചി ഒന്നും പറയണ്ട, ചേച്ചിക്ക് എന്നോട് താല്പര്യം തോന്നി, ഇപ്പോൾ എന്നെ ഒഴിവാക്കാൻ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. എടാ, നമ്മളതിന് പ്രേമിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നോക്കി ചിരിച്ചു. നീ എൻ്റെ അനിയനെ പോലെ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ദേഷ്യപ്പെട്ടു, അങ്ങനെ ചേച്ചി എന്നെ ഒഴിവാക്കണ്ട, ഞാൻ ചേച്ചി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ കയറി പിടിക്കാൻ അവൻ്റെ ശ്രമം നടത്തി. ഞാൻ പറഞ്ഞുടാ, ഇത് സിറ്റ് ഔട്ടാണ്, ആളുകൾ കാണുന്നു പറഞ്ഞു. അപ്പോൾ ആളുകൾ കാണുന്നതിലേ ഉള്ളൂ ചേച്ചിക്ക് വിഷമം എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞു, മോനെ, എനിക്ക് താല്പര്യമുണ്ടായിരുന്നു, എന്നാലും എൻ്റെ ഭർത്താവിനോട് ചെയ്യുന്നൊരു ദ്രോഹമല്ലേ? നീ അവിടെ ഓടിക്കളിക്കുന്നത് കാണുമ്പോൾ ചേച്ചിയുടെ ഉള്ളു തുടിക്കുകയായിരുന്നു. എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ മോഹം എല്ലാ സമയത്തും ഒന്നും സാധിക്കില്ലടാ. അപ്പോൾ അവൻ പറഞ്ഞു, അതെന്താ ചേച്ചി? എനിക്കും താല്പര്യമുണ്ട്, ചേച്ചിക്കും താല്പര്യമുണ്ട്, സാഹചര്യങ്ങളുണ്ട്. സാഹചര്യമുണ്ടെന്ന് നിന്നോട് ആര് പറഞ്ഞു? എനിക്കറിയാം, ചേട്ടൻ എല്ലാ ദിവസവും 12 മണി കഴിഞ്ഞാൽ വരുന്നതെന്ന്. ഇവിടുത്തെ അമ്മയ്ക്കും വയ്യല്ലോ. ചേച്ചി ഇങ്ങനെ വെറുതെ തട്ടാമുട്ടി പറയരുത്, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ടെന്ന് പറഞ്ഞ് അവൻ എൻ്റെ കൈ പിടിച്ച് അവൻ്റെ കൈത്താളത്തിൽ വെച്ച്
കളം വരച്ചു. ആ സമയത്ത് എനിക്ക് അവനോട് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു, മോനെ എന്നാലും റിസ്ക് ആണെന്ന്. ഒരു റിസ്ക്കുമില്ല, റിസ്ക് ഇല്ല, നമുക്കിത് മാനേജ് ചെയ്യാം ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്നും വേണ്ടിയില്ല. ചേച്ചിയുടെ നമ്പർ തരാമെന്ന് ചോദിച്ചു. നമ്പർ അങ്ങ് കൊടുത്തു മാഡം. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെക്കൻ വിളിക്കും. ഭർത്താവ് വരുന്നത് വരെ അങ്ങ് വിളിയോട് വിളിയാണ്. എൻ്റെ ഭർത്താവാണെങ്കിൽ വിളികളൊക്കെ വളരെ കുറവാണല്ലോ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 5-6 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെക്കനെ അങ്ങ് കാണണം. ഞാൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ, അടുത്തിട്ടുള്ളതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, പോരാ പോരാ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നാളെ 2 ആഴ്ചയെങ്കിലും കഴിയിട്ട് നിന്റെ യഥാർത്ഥ സ്വരൂപം ഞാനെന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കണമെങ്കിൽ അകന്ന് നിന്നാൽ പറ്റില്ല ചേച്ചി എന്ന്. ചെക്കനാണെങ്കിൽ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പടങ്ങളൊക്കെ കിടകിടാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട് ഞാൻ, എൻ്റെ ദൈവമേ ഇതെന്താടാ വിരണ്ടോടിയ ഒറ്റക്കൊമ്പനാണെന്ന് ചോദിച്ചിട്ട് അവനെ ഞാൻ കളിയാക്കി. അവൻ അതിനെല്ലാം മറുപടിയും തന്നു. അങ്ങനെ എനിക്ക് പിന്നെ നിയന്ത്രിക്കാനായില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഇനി നീ വന്നോളാം എന്ന്. അങ്ങനെ അവൻ 10 മണിക്ക് വന്നു മാഡം. 10 മണിക്ക് ഞാൻ പുഷ്പതാലമൊരുക്കി കാത്തിരിക്കുകയായിരുന്നു. അമ്മായിമ്മ 8 മണിയാകുമ്പോഴേ ആഹാരം കഴിച്ച് ഉറങ്ങും മാഡം. എന്തായാലും അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുറകുവശത്തെ മുറി തുറന്ന് അവനെ അകത്തേക്ക് ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത്, പുള്ളിക്കാരി കേൾക്കുമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു സംസാരവുമില്ല, പക്ഷേ ചേച്ചി സംസാരിക്കില്ലെന്ന് പറഞ്ഞു. മാഡം, ഇതൊക്കെ അവൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. കാര്യം എന്താണെന്നറിയാമോ? അവനൊട്ട് സംസാരിച്ചില്ല, ഞാനങ്ങ് സംസാരമായിരുന്നു തുടങ്ങിയപ്പോൾ തൊട്ട്. കാര്യം മാഡം, ഒരു കുട്ടിയുള്ള സ്ത്രീയാണ് ഞാൻ. അപ്പോൾ എനിക്ക് അനുയോജ്യനായ ഒരുത്തൻ വന്നത് ഇപ്പോഴാണ്. കല്യാണത്തിന് മുൻപും പിൻപുമൊന്നും അനുയോജ്യമായ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോഴാണത് പെർഫെക്റ്റ് ആയത്. ഞാൻ അവനോട് പറയുകയായിരുന്നു, എൻ്റെ പൊന്നു മോനെ, ഈ അനുയോജ്യത നീ നഷ്ടപ്പെടുത്തരുതേ, ഉടനെയെങ്കിലും നീ ചേച്ചിയെ വിട്ടു പോകല്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ചേച്ചി ഞാൻ വിട്ടു പോവുകയില്ലെന്ന്. യുവരക്തമല്ലേ മാഡം, അങ്ങനെയൊക്കെ പെട്ടെന്ന് വിട്ടുപോകുമോ? അന്ന് ഞാൻ മനസ്സിലാക്കി, ചെക്കനെ കണ്ടന്ന് തന്നെ ഞാൻ വിളിക്കണമായിരുന്നു. എന്തൊരു കഷ്ടമാണ്, ബുദ്ധിയൊക്കെ പിന്നീടാണല്ലോ ഉണ്ടാകുന്നതെന്ന്. അത് പിന്നെ ഒരു തുടർക്കഥയായി. സേഫായിട്ടുള്ളൊരു കാര്യങ്ങളും ഞാൻ നോക്കില്ല മാഡം. ഭർത്താവ് ഉണ്ടല്ലോ, എന്തെങ്കിലും സംഭവിച്ചാൽ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു കാര്യം. അവനെ അങ്ങനെ ഒരു തടസ്സവും വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ലായിരുന്നു. അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, റിസ്ക് അല്ലേന്ന്. ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല, എന്ത് സംഭവിച്ചാലും ചേച്ചി അത് ഏറ്റെടുക്കുമെന്ന്. പക്ഷേ കുറേ നാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ഇരട്ട സഹോദരൻ ചേച്ചിക്ക് അറിയാമല്ലോ എന്ന്. ഞാൻ പറഞ്ഞറിയാം, പക്ഷേ അവൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ നോക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യില്ലല്ലോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അവന് പേടിയാണ് കേട്ടോ, അതുകൊണ്ടാണ്. പക്ഷേ ചേച്ചി ഒത്തിരി ഇഷ്ടമാണ്. അതെന്താ? അതങ്ങനെ നിനക്കറിയാം, ഞങ്ങൾ ഇരട്ടകളല്ലേ, എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്, ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. ഇത്രയും നാളും അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇഷ്ടമാണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്നെയാണ് ഇഷ്ടം, ഞാൻ തന്നെ പോയി ഡീൽ ചെയ്യാമെന്ന്. അവനത് അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഞാൻ കാര്യം പറയട്ടെ ചേച്ചി, അവനും കൂടെ വന്നോട്ടേന്ന്. ഞാൻ പറഞ്ഞു, വേണ്ട, അതൊക്കെ റിസ്ക് ആണ്, ഒരു പ്രശ്നവുമില്ല. നിന്നെ പോലല്ലടാ അവനൊരു പ്രത്യേക സ്വഭാവമാണെന്ന് അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നതാണ്. അടുത്ത് കഴിയുമ്പോൾ എന്നെപ്പോലെ തന്നെയുള്ളൂ അവൻ. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കൂ, ചേച്ചിയെ 2 പേർ ഒരേപോലെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ് അവനത് വർണ്ണിച്ചു. ചേച്ചി, പൂജകൾ 2 തരത്തിലുണ്ടല്ലോ, അപ്പോൾ ചേച്ചിക്ക് പല സ്ഥലങ്ങളിലും പൂജകൾ ആവശ്യമില്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ കൂടി മയങ്ങി നിൽക്കുന്ന ഞാനല്ലേ. രണ്ടും ഒരേ സ്വരൂപത്തിലുള്ള 2 പൂജാരികൾ, 2 പേരും എന്നെ പൂജിച്ചാലെന്താ, ഒരു പ്രശ്നവുമില്ല, ഞാൻ വരദാനം അങ്ങ് ചെയ്യും എന്ന് വിചാരിച്ചു. അങ്ങനെ അവനിളക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അവനെയും കൊണ്ടുവരുമെന്ന്. പിന്നീട് അവർ 2 പേരും കൂടി ഒന്നിച്ചാണ് വന്നത്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇവനിൽ നിന്ന് കുറച്ച് സ്ലോയും വ്യത്യസ്തനുമായിരുന്നു അവൻ. എങ്കിലും ഇവനാണ് 1 മണിക്കൂറത്തേക്ക് മൂത്തത്. അതുകൊണ്ട് തന്നെ ഇവൻ നിർദ്ദേശങ്ങൾ കൊടുക്കും. ചേച്ചിക്കിഷ്ടം ഇതാ മോനെ, നീ അതുകൊണ്ട് ഉണർന്നും പ്രവർത്തിക്കൂ എന്ന് പറയുമ്പോഴേക്കും അവൻ ഉഷാറാകും. ചുരുക്കം പറഞ്ഞാൽ 2 വ്യത്യസ്തരായ ആളുകൾ, പക്ഷേ കാണാൻ ഒരുപോലെ, മറ്റെല്ലാ ഫീച്ചേഴ്സും ഒരുപോലെ. ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ കിട്ടിയതോ ഡബിൾ ധമാക്ക. അത് എത്രത്തോളം ആനന്ദകരമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരു സ്ത്രീക്കും ഇങ്ങനൊരു അനുഭവം ഉണ്ടായതായിട്ടോ ഇങ്ങനെയൊരു സൗഭാഗ്യം ഉണ്ടായതായിട്ടോ എനിക്കറിയില്ല മാഡം. മുന്നും പിന്നും നിറഞ്ഞു കവിയുന്ന മനോഹരമായ നിമിഷങ്ങളിലേക്ക് ഞാൻ കടന്ന് ആർത്തുല്ലസിച്ചു പോവുകയായിരുന്നു.
പക്ഷേ ഇതിനിടയ്ക്ക് വയ്യാതെ കിടന്ന അമ്മായിയമ്മ ഇതെല്ലാം കണ്ടുപിടിച്ചു. അവർ ഇത്രയും ജാഗരൂകയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെ ഞാൻ വില കുറച്ച് കണ്ടു. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഈ കുട്ടികളെ അറിയാം, അമ്മായിയമ്മ അവരെ കണ്ടിട്ടുമുണ്ട്, അതുകൊണ്ട് ഇന്ന ആൾക്കാരാണെന്നും പറഞ്ഞു. എൻ്റെ ഭർത്താവ് അവർ രണ്ടുപേരുടെയും വീട്ടിൽ ചെന്ന് വലിയ വഴക്കും വക്കാണുമായിരുന്നു. നാട് നീളെ ഇതെല്ലാം അറിഞ്ഞു. ഭർത്താവ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ സംഭവിച്ചു എന്ന് സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അതൊക്കെ ക്ഷമിക്കുമെന്ന് കരുതി. ക്ഷമിച്ചില്ല മാഡം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ അമ്മേനെ ഒത്തിരി വഴക്ക് പറയണം. ഒരു കുട്ടിയുണ്ട്, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെങ്കിലും നീ അത് ചെയ്തില്ലോ എന്ന് പറഞ്ഞിട്ട് ദിവസവും കുറ്റപ്പെടുത്തലുകളാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച അവർ രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നു. അമ്മയും അവരുമായിട്ട് വാഗ്വാദങ്ങളുണ്ടായി. എൻ്റെ ഭർത്താവ് എന്നെ സ്വീകരിക്കില്ല, വിവാഹമോചനം ചെയ്യും, കുട്ടിക്ക് ചെലവിന് കൊടുക്കാമെന്ന് മാത്രം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഒരു നടപടി ആയിട്ടില്ല. പക്ഷേ ഇവന്മാർ രണ്ടുപേരും കൂടി അവസാനം എൻ്റെ അമ്മയെ സമാധാനിപ്പിച്ചു. എൻ്റെ ഭർത്താവ് തരുന്നത് പോലെ തന്നെ അവർ രണ്ടുപേരും പല പണിക്കും പോയിട്ട് എനിക്ക് ക്യാഷ് ഓരോ ആഴ്ചയും കൊണ്ട് തരുമെന്നും രണ്ടുപേർക്കും ഈ വീട്ടിലേക്ക് എൻട്രൻസ് കൊടുക്കണമെന്നും എൻ്റെ അമ്മയോട് പറഞ്ഞു. ആദ്യം അമ്മ സമ്മതിച്ചില്ല. പക്ഷേ അമ്മമാർ പിറ്റേ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ജോലികൾ കേറ്ററിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു തുകയുമായിട്ട് വന്ന് അമ്മയെ കണ്ട് പറഞ്ഞു 25 വയസ്സാകുമ്പോഴേക്കും എന്നെ അവർ സ്വീകരിച്ചോളാമെന്നും പറഞ്ഞു. അമ്മ ഇപ്പോൾ ഇത്തിരി അടങ്ങി നിൽക്കുകയാണ്. അവന്മാർ രണ്ടുപേരും വരാറുണ്ട്. നാട്ടിലൊക്കെ ആളുകൾക്കൊക്കെ അറിയാം. എന്നാലും പിടിച്ചു നിൽക്കണ്ടേ മാഡം. അവന്മാർ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നന്നായി പണം ചിലവാക്കി എൻ്റെ രണ്ട് ഭർത്താക്കന്മാരെ പോലെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് ശാശ്വതമാണെന്നൊന്നും എനിക്കറിയില്ല. അവരെ കെട്ടാൻ പറ്റുമോ മാഡം? എനിക്ക് അതും അറിയില്ല. എൻ്റെ അമ്മ പറഞ്ഞത് ഇതൊക്കെ അവന്മാരുടെ ചെറുപ്പത്തിലെ ഓരോ തിളപ്പുകളാണ്. നീ ചെയ്തത് മണ്ടത്തരമായി പോയി. നിൻ്റെ ഭർത്താവ് തന്നെയായിരുന്നു നിനക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഭർത്താവിനെ ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം അടുക്കുന്നില്ല. വിവാഹമോചനമെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. മാഡം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഇവന്മാരെ കുറച്ച് വർഷമൊക്കെ അല്ലേ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ മാഡം. രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് എനിക്ക് കല്യാണം കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. എന്താകും എൻ്റെ ഭാവി നോർത്തിട്ട് എനിക്ക് വല്ലാത്ത ഉത്കണ്ഠയുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ്. എന്നാലും ഈ സിറ്റുവേഷനിൽ മാഡത്തിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ശരിയായ കാര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതെന്നാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കുറ്റങ്ങൾ പങ്കാളിയിൽ കണ്ടുപിടിക്കും. അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ഒന്നും തയ്യാറല്ല. എന്നിട്ട് ഏതെങ്കിലും സമയത്ത് പങ്കാളി ഇല്ലാത്തപ്പോൾ എന്തെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് യൂട്ടിലൈസ് ചെയ്യും. ആരും അറിഞ്ഞില്ലെങ്കിൽ ഓക്കെ, അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ നല്ലപോലെ സ്നേഹിച്ചു, കാശും തന്നു. പക്ഷേ അയാൾക്ക് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല. കാല് പിടിച്ചിട്ടും അയാൾ സഹിച്ചില്ല. അപ്പോൾ അയാളുടെ ആറ്റിറ്റ്യൂഡ് സ്ട്രോങ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും കഴിവില്ലെങ്കിലും അങ്ങേർക്ക് കുറച്ചൊരു തീരുമാനമുണ്ട്. അപ്പം നിങ്ങൾ തെറ്റുകാരി ആയതുകൊണ്ട് അയാൾ ക്ഷമിച്ചില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ എന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ ഈ രണ്ട് പിള്ളേരുടെയും കാര്യങ്ങൾ അത് എനിക്കും അറിയില്ല. കാരണം അവർ 25 വയസ്സാകുമ്പോഴേക്കും ഒരാൾ വന്ന് നിങ്ങളെ കിട്ടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. കാരണം അവർക്ക് ചെറുപ്പത്തിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിൽ വന്നാണ് നിങ്ങളുടെ അമ്മ പറഞ്ഞത് കറക്റ്റാണ്. അവർ കാലപ്പോക്കിൽ അവരുടെ പ്രായത്തിന് തക്ക പെണ്ണുങ്ങളെ നോക്കി പോവുകയും ചെയ്യും. നിങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത് തെറ്റാണ്. ഭർത്താവ് പിരിഞ്ഞു പോയെങ്കിൽ അയാളുടെ പാട്ടിന് വിടുക. അങ്ങർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ മുന്നോട്ട് പോവുകയും വേണം. പക്ഷേ ഇവർ രണ്ടുപേരും നിങ്ങളുടെ ഭർത്താവായിട്ട് വരും, അല്ലെങ്കിൽ ഒരാൾ ഭർത്താവായിട്ട് വരും എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പിടിവള്ളിയാണ് അവരെങ്കിൽ ഓക്കെ. പക്ഷേ ഈ രണ്ട് പിടിവള്ളികളിലും താങ്ങി നിങ്ങൾ നിൽക്കരുത്. ഇതൊന്നും എത്രത്തോളം ശാശ്വതമാണെന്ന് അറിയുകയുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ അമ്മയ്ക്കൊക്കെ ഇഷ്ടമാണ്, സിറ്റുവേഷൻ ഇങ്ങനെയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ അങ്ങോട്ട് പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ ശരിയാകില്ല. അവർക്ക് അവരുടെ പാട്ടിന് പോകേണ്ടി വരും. ആ സമയത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ വല്ലവരും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ സ്വന്തം ഭർത്താവാണെങ്കിലും കൊണ്ടുവരുന്ന പണത്തിനെ നമ്പി ജീവിക്കരുത്. നിങ്ങളൊരു ജോലി കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുട്ടിയുടെ ജീവിതമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരുടെയും കൈ നീട്ടാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലവ് നടത്താൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഓരോ ഭർത്താക്കന്മാരുണ്ടാകും. അവരവരുടെ വഴിക്ക് പോവുകയും ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോകും. അവസാനം ഈ ബന്ധങ്ങളെല്ലാം കുളമാകുമ്പോഴേക്കും പിന്നെയും പൈസയുടെ ഷോർട്ടേജ് വരും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾ
തൊഴിലെടുത്ത് ജീവിക്കുകയാണെങ്കിൽ, ഒരു ജോലി കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെയും കൂസേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം വിശ്വാസവും വിശ്വാസ്യതയും ആവശ്യമാണ്. ഇപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും കുഴപ്പമില്ലെങ്കിൽ എന്തുമാകാം. പക്ഷേ കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുമെന്ന് ഓർക്കുക. എന്തായാലും നിങ്ങളുടെ പ്രവൃത്തി നല്ലൊരു മാതൃകയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇനിയും ഇത്തരം കാര്യങ്ങളിൽ അമിതമായ പ്രതീക്ഷ വെച്ച് അബദ്ധങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കുക.